നമസ്കാരം. മായി വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് എന്താണ് എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഫുൾ മൂൺ ആയിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ്, ആ ഒരു ഫുൾ മൂൺ കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്, എന്തെല്ലാം ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്നാണ് ഒരു എനർജിയാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. ഇത് നിങ്ങൾ എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിലിരുന്ന് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാം. യൂണിവേഴ്സ് എന്തെല്ലാം വഴിയാണ് നിങ്ങൾക്ക് കാട്ടുന്നത്, നല്ല വഴിയാണ് നിങ്ങൾക്ക് കാട്ടുന്നത്, ഒരു നല്ല സന്ദേശം എന്താണ് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഏഞ്ചൽസിനും നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഹൈപ്പും തരാനും മറക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാം. അപ്പോൾ എനിക്ക് നിങ്ങൾക്കുള്ള ഒരു യൂണിവേഴ്സൽ മെസ്സേജായിട്ട് കിട്ടിയേക്കുന്ന ഒരു സ്പ്രെഡ് ഇതാണ്. അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് 10 ഓഫ് സോൾസ് ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ഒരു വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഒരു എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ സ്വയം ഉരുകുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയാം. ഒരു ഹെൽപ്പ്, ഒരു ആരോടെങ്കിലും ഒരു ഹെൽപ്പ് പോലും ചോദിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, വല്ലാത്ത ഒരു അവസ്ഥയെന്നൊക്കെ പറയാം. അപ്പം ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ശുഭപ്രതീക്ഷയുണ്ട്. ഇതെല്ലാം മാറും, ഇതെല്ലാം സ്ട്രോങ് ആയിട്ടാണ് നിങ്ങൾ അതിജീവിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളെ മനസ്സിൻ്റെ ഒരു കരുത്തുണ്ട് നിങ്ങൾക്ക്. അപ്പം മനസ്സിൻ്റെ ഉള്ളിലൊരു ശുഭപ്രതീക്ഷയുണ്ട്. ഇതെല്ലാം മാറും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായും അത് പ്രാവർത്തികമാകും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ കടന്നു പോകും. എല്ലാം ബാലൻസ് ആയിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു നിങ്ങളെ മനസ്സ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ കിടന്നാലും നിങ്ങൾ നിന്നാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത നിങ്ങളെ ഇതിൽ നിന്ന് റിക്കവർ ആക്കും എന്നുള്ളതാണ്. തീർച്ചയായും ഒരു ഇതിൽ നിന്ന് നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് വരും നിങ്ങളുടെ ജീവിത സാഹചര്യം. കാരണം മനസ്സുകൊണ്ട് ഒരു കരുത്തുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ആ ഒരു തീർച്ചയായും അത് ഉയർന്ന തലത്തിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ നയിക്കുന്നത്. നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇത് ഹൈ പ്രീച്ചേഴ്സ് കാർഡ്. നല്ല ഉദ്ദേശമാണ് നിങ്ങൾക്ക്. മറ്റുള്ളവരെ ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ അങ്ങനെയുള്ള ഒരു ചിന്ത നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ കിടന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നും റിക്കവറായിട്ട് വരണമെന്നും മുന്നോട്ട് പോകണമെന്നും ഒക്കെ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും തീർച്ചയായും അത് ബാലൻസിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ അതിന് സഹായിക്കും. തീർച്ചയായും ഒരു ദൈവാനുഗ്രഹവും ഒക്കെ നിങ്ങളിലേക്ക് കടന്നു വരും. യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് തീർച്ചയായും നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നല്ലതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂട്ടുനിൽക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായും മുന്നോട്ട് വരാൻ സാധിക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സൽ ഒരു ഗൈഡൻസ് ആയിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിന് ഒരു ശുഭപ്രതീക്ഷയോടെയാണ് നിങ്ങൾ നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഈ ഒരു വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് വെയിറ്റിംഗ് ആണ്. ഒരു കർഷകൻ ഒരു വിത്തിട്ടിട്ട് അത് വിളയാനായിട്ട് നോക്കി നിൽക്കുന്ന ഒരു കാർഡാണത്. അതേ ഒരു നല്ലതിന് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആണ്. നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. ആ ഒരു വെയിറ്റിംഗ് വിജയിക്കും. തീർച്ചയായും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും. ജഡ്ജിമെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാകും. യൂണിവേഴ്സിൻ്റെ ഒരു ജഡ്ജിമെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു മാലാഖ, ആ മാലാഖയുടെ മുമ്പിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പിക്ചറാണത്. അതേപോലെ യൂണിവേഴ്സ് നിങ്ങളോട് കരുണ കാണിക്കും. ഈ ഒരു സാഹചര്യം മാറി
അവിടെ നിന്ന് നിങ്ങൾ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകും. അവിടെ നിന്ന് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട്, കാരണം ഒരുപാട് വേദനകൾ നിങ്ങൾ അനുഭവിച്ചത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന് നല്ല പവറുണ്ട്. നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനും നയിക്കാനും, നിങ്ങളുടെ കരിയർ ആണെങ്കിലും അത് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് നയിച്ചു കൊണ്ട് പോകാനും, അതേപോലെ ഒരു കുടുംബമാണെങ്കിലും നിങ്ങൾക്ക് ഈ പ്രതിസന്ധികൾ അതിജീവിച്ച് മുന്നോട്ട് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവാൻ നിങ്ങൾക്കത് കരുത്ത് നൽകും. നിങ്ങളെ മനസ്സിന് കരുത്ത് നൽകും. നിങ്ങൾക്കൊരു നല്ലൊരു ഉയർച്ചയിലോട്ട് നിങ്ങൾക്ക് പോവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ചുറ്റിലും ഒരു ശത്രുക്കളുണ്ട്. ഇത് അസൂയയോടെ കാണുന്ന ചിലരുണ്ട് നിങ്ങൾക്ക് 4 ചുറ്റിലും. അവർ നിങ്ങളെ നോക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു വിജയം ഇഷ്ടമല്ലാത്ത കുറേ ആളുകളുമുണ്ട് നിങ്ങൾക്ക് ചുറ്റിലും. അവർ നിങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്യാമെന്നുള്ളതാണ് അവരും ആലോചിക്കുന്നത്. പക്ഷേ നിങ്ങൾ ശുഭപ്രതീക്ഷയോടെയാണ് മുന്നേറുന്നതും. നിങ്ങളുടെ മനസ്സിന് നല്ല ശുദ്ധിയുണ്ട്. കാരണം നല്ല കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് സക്സസ് ആവാം എന്നുള്ളൊരു കാര്യം, മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കണ്ടിരുന്നാലും നിങ്ങൾ അതൊന്നും ഇപ്പോൾ തൽക്കാലം മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ശുഭപ്രതീക്ഷയോടെയാണ് കാര്യങ്ങൾ കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഒരുപാട് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഒക്കെ നിങ്ങൾ കടന്നു വന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എങ്ങനെ പെരുമാറുമെന്നും നിങ്ങളെ ഏത് രീതിയിൽ കാണുമെന്നും ഒക്കെയുള്ള ഒരു ഉൾക്കാഴ്ച നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും നിങ്ങളെ അത്ര പെട്ടെന്നൊന്നും ചീറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവർ ഒരുപാട് തവണ, അപ്പോൾ പലതവണ നമ്മളെ ഒരുപാട് പറ്റിക്കുകയും ചതിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളും അല്ലേ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നിങ്ങൾക്ക് ഏത് രീതിയിൽ കാണണമെന്നും ഏത് രീതിയിൽ എടുക്കണമെന്നും എങ്ങനെ പെരുമാറണമെന്നും നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊന്നും പ്രശ്നമാക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അതൊന്നും ബാധിക്കുന്നില്ല. തീർച്ചയായും നിങ്ങൾക്കിവിടെ ഉള്ളതൊരു സഫലീകരണമാണ്. നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അതിജീവിച്ചു. അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു സഫലീകരണമാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത്. ഏസ് ഓഫ് വാൻസ് തീർച്ചയായും ഒരു ന്യൂ ബിഗിനിങ്, ഒരു നിങ്ങളെ കരിയറിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടിയെത്തും. നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഫലീകരണം, ഒരു സെപ്പറേഷനിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു റീയൂണിയൻ നിങ്ങൾക്കുണ്ടാവും. നിങ്ങളെ തിരക്കി വരും, നിങ്ങളടുത്ത് വരും. ഒരു സഫലീകരണം, സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമാണ് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഈ ഒരു വേദനയിൽ നിന്ന് ഈ ഒരു സഫലീകരണത്തിലോട്ടാണ് നിങ്ങൾ വരാൻ പോകുന്നത്. തീർച്ചയായും അവിടെ നിങ്ങൾ വിജയക്കൊടി നാട്ടുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പം ഞാനിവിടെ ഏഞ്ചൽസ് കാർഡും എടുത്തിട്ടുണ്ട്. അതിനകത്തും പറയുന്നത് നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് മനസ്സമാധാനം തരുന്ന ഒരു പരിഹാരം എല്ലാത്തിൽ നിന്നും നിങ്ങൾക്കുണ്ടാവും. അപ്പം തീർച്ചയായും ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് നിങ്ങൾക്കിപ്പോൾ ഇനി വരാൻ പോകുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു അബണ്ടൻസ് ആണ്, ഒരു സമൃദ്ധിയാണ്, ഒരു സന്തോഷമാണ്, ഒരു ഐശ്വര്യമാണ് വരാൻ പോകുന്നത്. പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായും ഒരു റീകൺസിഡർ നിങ്ങൾക്കുണ്ടാകും, ഒരു കൂടിച്ചേരൽ. എല്ലാം കൊണ്ടും ഒരു നല്ലൊരു സമയം നിങ്ങൾക്ക് വരാൻ പോകുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുള്ളൊരു സെപ്പറേഷനിൽ നിൽക്കുകയാണെങ്കിൽ ഒരു റീകൺസിഡർ ഉണ്ടാകും. ഒരു എല്ലാത്തിനെയും ഒരു പരിഹാരമുണ്ടാകും, ഒരു റീയൂണിയൻ ഉണ്ടാകും, അബണ്ടൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് സമയം എല്ലാം കൊണ്ടും അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ഫുൾ മൂൺ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സമയത്ത്. എല്ലാം കൊണ്ടും ഉള്ള ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് ഏഞ്ചൽസിൻ്റെ കാർഡ്സിലും പറഞ്ഞ് നിങ്ങൾക്ക് സന്ദേശം, നിങ്ങൾക്ക് വഴി കാട്ടുന്നത്. ടാരോറ്റ് കാർഡ് റീഡിങ്ങിലും നിങ്ങൾക്ക് യൂണിവേഴ്സ് വഴി കാട്ടുന്നതും. അപ്പം നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, മുന്നേറുക. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വെറും താൽക്കാലികം മാത്രമാണ്. ഇത് ശാശ്വതമല്ല. അങ്ങനെ നിങ്ങളെ മനസ്സ് ഇത്രയും നിങ്ങൾ അതിജീവിച്ചില്ലേ, നിങ്ങൾ മുന്നോട്ട് വന്നില്ലേ, അപ്പം നിങ്ങളിലുള്ള മുന്നോട്ടുള്ള വഴി ഈസി ആയിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. തീർച്ചയായും യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടും ഒരു അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാവും എന്നിവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളൂ. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.